ഹലോ, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളായല്ലോ. അപ്പോൾ ഞാൻ അതാണ്ട് കാരണം ഞാൻ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അവിടെ ഉമ്മളം വൃത്തിയാക്കിയതാ. അപ്പോൾ ബൈക്ക് കുറേ നാളായിട്ട് സ്റ്റാർട്ട് ചെയ്യാതെ അങ്ങനെയായിരുന്നില്ലേ. അതിൻ്റെ കാരണമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെക്കാണ് കുറച്ച് നേരം വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയോ ആണെങ്കിൽ താളെല്ലാം ഗിയറെല്ലാം എനിക്ക് മാറ്റാൻ അറിയില്ല കേട്ടോ. അപ്പോൾ വിനീതൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കുറച്ച് നേരം കൂടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. അത് ന്യൂട്രലിൽ ഇരുന്നിട്ടോ, അത് ഞാൻ ശരിയാക്കിയിട്ടില്ല. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം വെച്ച് കളഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ കടക്കുണ്ടല്ലോ, നമ്മളുടെ റൂമിൻ്റെ ഉള്ള കടക്കാണ് കേട്ടോ. അവിടെ ഇരുന്ന് മഴ കൊല്ലാണ്ടാണ് പറഞ്ഞിട്ട് ഞങ്ങൾ സൈഡിൽ കൂടെ ആദ്യം ഇട്ടതുപോലെ എടുത്ത് ഇടുന്നു കേട്ടോ. നല്ല കണമുണ്ട്. അപ്പോൾ നാനും അഞ്ജലി കൂടിയിട്ട് ഈ സൈഡിൽ പിടിച്ചിട്ടോ. എനിക്ക് തനിയായിട്ട് ഇരിക്കുമ്പോൾ അത് ഉന്താനം കൂടെ വയ്യ. അപ്പോൾ എങ്ങനെയാണെങ്കിലും പിടിച്ച് മാറ്റി ഇത് വെച്ചിട്ടോ. അങ്ങനെയാണ് വീഡിയോയുടെ ലാസ്റ്റിൽ വിഷുയുടെ കൈനീട്ടം പറ്റിയിട്ട് ഡീറ്റെയിൽസ് പറയുന്നുണ്ട് കേട്ടോ. അതും എല്ലാവരും നോക്കണം. അപ്പോൾ ഇങ്ങനത്തെ കടക്കെല്ലാം മാറ്റി വെച്ചിട്ട് അപ്പോൾ എന്നിട്ട് വീണ്ടും ബൈക്ക് കുറച്ച് നേരം കൂടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടോ. ഈ കടക്കെ ഇങ്ങനെ മാറ്റി വെച്ചാലും മഴ കൊള്ളുമെന്ന് അമ്മ പറഞ്ഞു. തൂവാൽ വന്നെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് മൊത്തം വരും, വരും ഹാളിലെ വരയ്ക്കൊന്നിട്ട്. അപ്പം ഞാൻ ഈ ബൈക്ക് കുറച്ച് ഉന്തി വെക്കാന്ന് പറഞ്ഞിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ആണെങ്കിൽ നല്ല കണുണ്ട്. എനിക്ക് ഉന്താനേ വയ്യ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ബൈക്ക് ന്യൂട്രലിൽ ഉണ്ട്, അത് എടുത്തിട്ടില്ലാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാരണമാണ് ബൈക്ക് നകർത്താനേ പറ്റില്ലേ. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്നിട്ട് വിനീതേട്ടനക്ക് വിളിച്ചിടുന്നു. അപ്പോൾ അത് പറഞ്ഞു കൊടുത്ത കാരണം കൊണ്ട് ആ സൈഡിൽ കൂടെ ഞങ്ങൾ ബൈക്ക് ഉന്തി വെച്ചു. പിന്നെ ഈ മേസയും കൂടെ എടുത്തിട്ട് മാറ്റി ഈ സൈഡിൽ കൂടെ വെച്ചിട്ടു. ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് എനിക്കിവിടെ പണിയുണ്ട്. ഞാൻ അവിടെ തുണി തോടിയിട്ടുണ്ട്. പിന്നെ ഹാളിൽ തുടയ്ക്കുന്നതും അടയ്ക്കുന്നതും ഉണ്ട്. പിന്നെ ഉമ്മറ കട്ടക്കെല്ലാം ഈ സൈഡിലേക്ക് മാറ്റി വിടുമ്പോൾ അവിടെ ചെടി വെച്ചിട്ടുണ്ടല്ലോ കേട്ടോ, അവിടെയെല്ലാം വൃത്തികേടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും എനിക്ക് കുറച്ച് നീറ്റാക്കണം. പിന്നെ ഞങ്ങൾ ഈ ബൈക്ക് എവിടേക്ക് മാറ്റി വെക്കാൻ പറ്റുമോ, ഇന്നും ഈ സൈഡിൽ കൂടെ ഇളുത്തി കളഞ്ഞെങ്കിൽ എവിടേക്കാണോ നകർത്താൻ പറ്റുമോ നോക്കണം കേട്ടോ. ആണെങ്കിൽ എങ്ങൾക്ക് മൂന്നാളും കൂടിയിട്ടൊക്കെ അത് ചെയ്യാൻ പറ്റില്ല. അതെന്താ കാരണമാണെങ്കിൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് കേട്ടോ അത് നകർത്താൻ പറ്റുന്നുണ്ട്. റിവേഴ്സ് കൂടെ എടുത്തിട്ട് ആ സൈഡിലാക്കണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ആണെങ്കിൽ അത് എങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാരണം അത് അങ്ങനെ വിട്ടു കേട്ടോ. ആ സൈഡിൽ കൂടെ അങ്ങനെ ഇരിക്കട്ടെ, പിന്നെ നമുക്ക് മാറ്റി വെക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് നേരായിട്ട് വേഗം വന്നിട്ട് ഞാൻ അടിച്ചു വാരിട്ടോ. തുടച്ചിട്ടൊന്നുമില്ല, കാലത്ത് തുടച്ചതാണ്. ഇത് 4 മണിയാകുമ്പോൾ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫുള്ളായിട്ട് അടിച്ചു വാരിട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം പണി അടിച്ചു വാരി കളഞ്ഞിട്ട് ഞാൻ അവിടെ തുണിയെല്ലാം തോടിയിട്ടുണ്ടല്ലോ, അത് മടക്കി വെക്കാൻ നോക്കുന്നുണ്ട്. ഈ തുണിയെല്ലാം മടക്കി വെച്ചിട്ട് പിന്നെ ആ ചെടീൻ്റെ അവിടേക്കെല്ലാം കൂടെ കുറച്ച് ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടോ. പിന്നെ വിഷുവിടെ കഴിഞ്ഞിട്ട് എന്താണെങ്കിൽ നമ്മളുടെ ഈ വീഡിയോ വന്നിട്ട് உங்களுக்கு ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ വന്നിട്ട് നമുക്ക് കൈനീട്ടാണ് കേട്ടോ വിനീതേട്ടൻ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ 4 പേര് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. 4 പേരാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് 3 ആളും പിന്നെ കമൻറ്റും കൂടുതലായിട്ട് കമൻറ്റ് ചെയ്തോറും പിന്നെ ഷെയർ ചെയ്തോറിൽ ഇരുന്ന് ഒരാളും കൂടി നമ്മൾ എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണുന്നവർ എല്ലാവരും നമ്മളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്തോട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്താണെങ്കിൽ നമുക്ക് 4 പേരെ എടുക്കാൻ പോകുന്നുണ്ട്. 4 പേർക്ക് കൈനീട്ടാണ് കേട്ടോ വിഷുവിന്. അപ്പോൾ 15-ാം തീയതിയാണ് വിഷു. നമുക്ക് 14-ാം തീയതി കാലത്ത് ആര് വിന്നറിന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ തന്നെ നമുക്ക് അതിലിരുന്ന് കൊടുത്തിട്ട് നമ്മൾ ചായ എടുക്കാൻ പോകും കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ഷെയർ ചെയ്തു കേട്ടോ. ഞങ്ങൾ ഇതെല്ലാം കളഞ്ഞിട്ട് ഇവിടെ ആൾക്കാർ പോകുന്നുണ്ടല്ലോ, അത് ഫ്രൈഡേ എടുത്ത വീഡിയോ എന്ന് പറഞ്ഞില്ല കേട്ടോ. അപ്പം ഗുഡ് ഫ്രൈഡേ ആണ്. അതിൻ്റെ കാരണമാണ് അവിടെ പള്ളിയുടെ ആൾക്കാരും എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് പോയതാണ് കേട്ടോ. ഞങ്ങൾ അത് കാണാൻ പറഞ്ഞിട്ട് പോയതാണ്. മാതാ ഉണ്ടാവും ഫ്രണ്ടിലേനെ പറഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ അവിടെ എത്തുന്നത് ഉള്ളിലേക്ക് മാതാ എല്ലാം പോയിട്ടോ. അതിൻ്റെ കാരണം ഞങ്ങൾക്ക് ശരിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ വീട്ടിലേക്ക് എത്തിയിടുമ്പോൾ ഇവിടെ വീണ്ടും വന്നിട്ട് ആ സൈഡിൽ മണി പ്ലാന്റെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം താഴെ ഇങ്ങനെ ഇടുന്നിട്ടോ, അത് ചെറിയായിട്ട് സുട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ചേരൻ്റെ മുകളിൽ കയറിയിട്ട് അത് അങ്ങനെ ഫുള്ളായിട്ട് ചുറ്റി വെച്ചിട്ടോ. ഞാൻ ഇത് പറയാനാ മറന്നിട്ടോ. എന്താണെങ്കിൽ വിനീതേട്ടൻ ഇന്നലെ നൈറ്റാണ് പറഞ്ഞു വിഷുക്ക് കഴിഞ്ഞിട്ടോ വെച്ചാലോ ഗിവ് അവേന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അതിൻ്റെ കാരണമാണ് ലേറ്റായി. ഇല്ലെങ്കിലും നമുക്ക് അതിൻ്റെ മുന്നിലേക്ക് വെച്ചെടുക്കാം കേട്ടോ. പിന്നെ കുറേ പേര് ചോദിച്ചതാണ് ഗിവ് അവേ വെക്കുമെന്ന്. നിങ്ങളുടെ ആശയെല്ലാം നിറവേറിട്ടോ. ഗിവ് അവേ വെച്ചിട്ടുണ്ട്. പിന്നെ മറക്കാതെ എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കളഞ്ഞു കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇപ്പോൾ എല്ലാവർക്കും ബൈ, ടാറ്റാ.